യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മെയ് മാസം 3-ാം തീയതി തിരുസഭാ മാതാവ് അപ്പോസ്തലന്മാരായ വിശുദ്ധ ഫിലിപ്പിൻ്റെയും വിശുദ്ധ യാക്കോബിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഇന്നേ ദിവസം നാം യേശുക്രിസ്തുവിൻ്റെ ചിന്താഗതികൾ സ്വീകരിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിക്കൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ മൊഴികൾ സ്വീകരിച്ചുകൊണ്ട് വചനം ലോകമെങ്ങും എത്തിക്കുവാനായിട്ട്, പ്രഘോഷിക്കുവാനായിട്ട് കടന്നു വന്ന അപ്പോസ്തലന്മാരെ പറ്റി ചിന്തിക്കേണ്ടത് നല്ല കാര്യമാണ്. ഈ അപ്പോസ്തലന്മാർ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ഇവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ട് ഇവർ ചേർന്ന് നടന്നപ്പോൾ ഇവരുടെ ഇടയിലുണ്ടായ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ സംശയങ്ങൾക്ക് ഒടുവിൽ അവർ ക്രിസ്തുനാഥനെ തിരിച്ചറിഞ്ഞു. ക്രിസ്തു അനുഭവത്തിൽ നിന്നുകൊണ്ട് അവർ വചനം പ്രഘോഷിക്കുവാനായിട്ട് കടന്നു ചെന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷം നാം വായിക്കുമ്പോൾ ഫിലിപ്പോസിനുണ്ടാകുന്ന സംശയമാണ്. യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് എത്തുകയില്ല. അപ്പോൾ ഫിലിപ്പോസ് യേശുവിനോട് പറയുകയാണ്, അങ്ങനെയാണ് എങ്കിൽ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്നാണ് പറഞ്ഞത്. അതായത് ഒരു തീക്ഷ്ണമായ ആഗ്രഹം അവിടെ യേശുക്രിസ്തുവിനോട് പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നോടൊപ്പം നടന്നിട്ട് നിങ്ങൾക്ക് ഇതുവരേക്കും മനസ്സിലായില്ല. അതായത് നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുക നിങ്ങൾ പിതാവിനെയാണ് കാണുക എന്നാണ് പറയുന്നത്. എന്നാലും ഫിലിപ്പോസ് അവിടെ പറയുന്നത് ഒരു അതിയായ ആഗ്രഹമാണ്, ഒരു വിശുദ്ധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു അതിയായ ആഗ്രഹമാണ്, ഞങ്ങൾക്ക് പിതാവിനെ കൂടെ കാണിച്ചു തരിക എന്നാണ് ഫിലിപ്പോസ് അവിടെ പറഞ്ഞു വയ്ക്കാം. എന്നാൽ ഈ ഒരു രണ്ട് അപ്പോസ്തലന്മാരെ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഒരാൾ വിശുദ്ധ യാക്കോബ് പറയുന്നത്, നാവ് ശരിയായി ഉപയോഗിക്കുന്നവൻ പരിപൂർണനായിരിക്കും എന്ന ചിന്താഗതിയോടുകൂടെയാണ് വിശുദ്ധ യാക്കോബ് സംസാരിക്കുക. എന്നാൽ ഫിലിപ്പാണെങ്കിൽ പരിശുദ്ധമായ ആഗ്രഹങ്ങൾക്ക്, വിശ്വാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അതായത് ഈ ഒരു സുവിശേഷ ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് തന്നെയാണ്. ഒരു തീക്ഷ്ണമായ ആഗ്രഹം, ഞങ്ങൾക്കും പിതാവിനെ കൂടെ കാണണം എന്നൊരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. അതൊരു പരിശുദ്ധമായ ഒരു ആഗ്രഹമാണ്. ഒരു ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് ഫിലിപ്പ് സംസാരിക്കുന്നത് എങ്കിലും യാക്കോബ് അപ്രകാരമല്ല. അതായത് നാവിനെ വിശുദ്ധീകരിക്കുക, ആ ഒരു നാവിൽ നിന്ന് ശുദ്ധത മാത്രം കൊണ്ടുവരിക എന്ന ചിന്തയോടു കൂടിയാണ് പ്രഘോഷിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വായിക്കുമ്പോൾ, ഒരുമിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ശരീരം മുഴുവൻ, നമ്മുടെ ചിന്തയാകട്ടെ, നമ്മുടെ നാവാകട്ടെ, നമ്മൾ പറയുന്നതാകട്ടെ, എല്ലാം വിശുദ്ധമായിട്ട് കൊണ്ടുവരിക, ആ വിശുദ്ധമായി കൊണ്ടുവന്നതിനെ പ്രഘോഷിക്കുക എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ രണ്ട് അപ്പോസ്തലന്മാരും യേശുവിനോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ട്, യേശുവിൻ്റെ കൂടെ നടന്നതുകൊണ്ട് അവർക്ക് വചനം പ്രഘോഷിക്കണമെന്നൊരു അതിയായ ആഗ്രഹം ഉണ്ടാകുന്നു. എന്നാൽ അവർ രണ്ടുപേരും രണ്ട് തലങ്ങളിലൂടെയാണ് വചനം പ്രഘോഷിക്കപ്പെടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. യേശുക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടന്നു കഴിഞ്ഞാൽ എനിക്കും വചനം പ്രഘോഷിക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടാകും, ഒരു തീക്ഷ്ണതയുണ്ടാകും. എന്നാൽ അത് വ്യത്യസ്തമായ തലങ്ങളിലൂടെയായിരിക്കും നമ്മൾ വചനം പ്രഘോഷിക്കുന്നത്. ചിലരാകട്ടെ പ്രവർത്തനത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കും, ചിലരാകട്ടെ വചന പ്രഘോഷണത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കും, ചിലരാകട്ടെ അതിനെ ആ ഒരു സുവിശേഷത്തിനെ നാവിലൂടെയും കൈകളിലൂടെയും, ചിലർ ഗാനങ്ങളിലൂടെ വരെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. അതായത് ചിന്താഗതി ഇത്രമാത്രമാണ്, യേശുവിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നന്മകൾ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. അതായത് ഊർജം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ സ്വീകരിച്ച ഊർജത്തിനെ നമ്മൾ പുറപ്പെടുവിക്കുമ്പോൾ അത് വ്യത്യസ്തമായ രീതിയിലാകാം. എന്നാൽ ആ പുറപ്പെടുവിക്കുന്നത് നന്മകൾ മാത്രമായിരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു വേളയിൽ അപ്പോസ്തലന്മാരെ പോലെ ആകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കുവാനും, ക്രിസ്തു പഠിപ്പിക്കുന്ന പാഠങ്ങൾ മനസ്സിലാക്കുവാനും, ആ മനസ്സിലാക്കിയവ എന്നാൽ പറ്റുന്ന രീതിയിൽ എൻ്റെ കഴിവുകൾ വച്ചുകൊണ്ട് എനിക്ക് ഏത് കഴിവാണോ ഉള്ളത് ആ കഴിവിലൂടെ ക്രിസ്തുനാഥനെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.